നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേയായി വീഡിയോ ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 15 ഡേയ്സ് ഒക്കെ ആയി. സോ കുറച്ച് തിരക്കായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വൈകിയത്. എനിവേ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ആളുകളൊക്കെ കാണുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ വെരി സിമ്പിൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ബോട്ടം നാവിഗേഷൻ ബാർ എങ്ങനെയാണ് ഫ്ലട്ടറിൽ ചെയ്യുന്നത്. ഇതൊരു ഫ്ലട്ടർ പുതുതായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് അവരെ ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ്. കുറേ ആളുകളുണ്ട് പുതുതായിട്ട് ഫ്ലട്ടറിലേക്ക് വന്ന ആളുകൾ. അപ്പോൾ അവർക്ക് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയും അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആളാണെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദിസ് വീഡിയോ ആൻഡ് ദിസ് ഇസ് ഫോർ ജസ്റ്റ് ബേസിക്. ഓക്കെ, സോ നമ്മൾ നോക്കുന്നത് ഫ്ലട്ടറിലെ ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് പറയുന്ന വിഡ്ജറ്റ് എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഈ ബോട്ടം നാവിഗേഷൻ ബാർ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു UI എലമെന്റ് ആണ് ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ ഒരുപാട് സമയം കളയുന്നില്ല. വെൽക്കം ടു ദ വീഡിയോ. ഓക്കെ, ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മെയിൻ ഡോട്ട് ഡാട്ടിനകത്ത് ഞാൻ ജസ്റ്റ് ആ ഡീഫോൾട്ട് കോഡൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മെറ്റീരിയൽ ആപ്പ്, ദെൻ അതിൻ്റെ ഹോമിലേക്ക് ഞാൻ ഹോം പേജ് എന്ന് പറഞ്ഞൊരു വേറൊരു ക്ലാസ്സിനെ കോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് ക്രിയേറ്റഡ് ദാറ്റ് പേജ് ഹിയർ, ഹോം പേജ്. ഓക്കെ, സോ ദെൻ ഐ ഹാവ് വൺ മോർ പേജ് ഹിയർ, ഫേവറേറ്റ് പേജ്, ആൻഡ് വി ഹാവ് ഇൻ റോട്ടേറ്റ്. സോ നമുക്കിത് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ വിഡ്ജറ്റ് ഫെമിലിയർ ആയിരിക്കും. മേ ബി നമ്മൾ ഉപയോഗിക്കുന്ന ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനകത്തൊക്കെ അത്തരം വിഡ്ജറ്റുകൾ ഉണ്ടായിരിക്കും. ആൻഡ് ദിസ് ഈസ് എ ഏരിയ ഓഫ് ബോട്ടം നാവിഗേഷൻ ബാർ. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് ഡിഫറെൻ്റ് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് പറയുന്ന ഏരിയ. ആൻഡ് ഇത് പെയിന്റിൽ വരയ്ക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, എനിവേ ഡോണ്ട് വറി. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഈ ബോട്ടം നാവിഗേഷൻ ബാറിനകത്ത് നിങ്ങൾക്ക് എലമെന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, എലമെന്റ്സ് ആഡ് ചെയ്യാം ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയെ വിളിക്കുന്ന പേരാണ് ബോട്ടം നാവിഗേഷൻ ബാർ എന്നുള്ളത്. ഇത് രണ്ട് സൈഡിലും മുട്ടിയിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ അത് മുട്ടാതെയാണ് വരച്ചേക്കുന്നത്. ഓക്കെ, ആൻഡ് അപ്പോൾ നമുക്ക് ഇത് സ്കഫോൾഡിന്റെ പ്രോപ്പർട്ടിയാണ് എന്ത് ബോട്ടം നാവിഗേഷൻ ബാർ എന്നുള്ളത്. ഈ ഒരു വിഡ്ജറ്റിനെ വിളിക്കുന്ന പേര് ബോട്ടം നാവിഗേഷൻ ബാർ എന്നാണ്. ഓക്കെ, ദെൻ ഇതിനകത്ത് നിങ്ങൾക്ക് എന്താവാം, ഐറ്റംസ് ആവാം, കുറേ ഐറ്റംസ്. ഓക്കെ, 1 2 3 അങ്ങനെ കുറേ ഐറ്റംസ് ആവും ഇതിനകത്ത്. ഓക്കെ, ഈ ഐറ്റംസ് എല്ലാം ഒരു സ്പെഷ്യൽ ടൈപ്പിലുള്ള വിഡ്ജറ്റ് ആണ്. ഇതിന്റെ പേര് ബോട്ടം നാവിഗേഷൻ ബാർ ഐറ്റം എന്നുള്ളതാണ്. ബോട്ടം നാവിഗേഷൻ ബാർ ഐറ്റം എന്നുള്ള ടൈപ്പിലുള്ള വിഡ്ജറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഓരോ ഐറ്റവും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ഒന്നിലധികം ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ ബോട്ടം നാവിഗേഷൻ ബാറിന് ചൈൽഡ് അല്ല, ചിൽഡ്രൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ ആദ്യത്തെ ചിൽഡ്രൻ ആണ് ഫസ്റ്റ് ബോട്ടം നാവിഗേഷൻ ബാർ ഐറ്റം, ദെൻ സെക്കൻഡ് വൺ, തേർഡ് വൺ, അങ്ങനെ ആയിരിക്കും പോവുക. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം ഇതൊരു ലിസ്റ്റ് ആണ്. ലിസ്റ്റിൽ ആദ്യത്തെ ഐറ്റം എപ്പോഴും 0th ഇൻഡെക്സിലായിരിക്കും ഉണ്ടാവുക. ദെൻ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ആദ്യത്തെ ഐറ്റം, ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് 0th ഇൻഡെക്സിൽ, സെക്കൻഡ് ഐറ്റം ഫസ്റ്റ് ഇൻഡെക്സിൽ, അങ്ങനെ ആയിരിക്കും പോവുക. അപ്പോൾ ഇത് ഇൻഡെക്സ്ഡ് ആയിരിക്കും. ഇത് ഷുഡ് ബി ഇൻഡെക്സ്ഡ്. ഈ പറയുന്ന ലിസ്റ്റ് എന്തായിരിക്കും, ഇൻഡെക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിൽ 0 1 2 എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്. നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഐറ്റത്തിൽ തൊടുമ്പോൾ അല്ലെങ്കിൽ ഇനീഷ്യലി ഈ പേജ് ലോഡായി വരുമ്പോൾ ഈ ഒരു ഏരിയ, അതായത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഹോം എന്ന് എഴുതിയിട്ടുണ്ട്. ദിസ് ഷുഡ് ബി ഫേവറൈറ്റ്, ദിസ് ഷുഡ് ബി യുവർ സെറ്റിംഗ്സ് ആൻഡ് ദിസ് ഷുഡ് ബി യുവർ പ്രൊഫൈൽ, അങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇനീഷ്യലി ലോഡായി വരുമ്പോൾ ഈ സ്കഫോൾഡിൽ ലോഡ് ആവേണ്ടത് എന്തായിരിക്കണം, ഈ ഹോം പേജ് ആയിരിക്കണം. ഇതാണ് എൻ്റെ ഹോം പേജ്. ദെൻ ഞാനിനി ഇതിൽ ഫസ്റ്റ് ഐറ്റം ഫേവറൈറ്റ്സ് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഇയാൾ പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഇത് പോയിട്ട് എന്ത് ചെയ്യണം, എൻ്റെ ഫേവറൈറ്റ്സ് വരണം. നെക്സ്റ്റ് ഞാൻ അടുത്തതിൽ തൊടുമ്പോൾ അത് പോയിട്ട് എന്ത് ചെയ്യണം, ഞാനിവിടെ എന്താണ് തൊട്ടത് ആ UI ഇവിടെ ലോഡ് ആവണം. ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ബോട്ടം നാവിഗേഷൻ ബാർ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് ഇൻഡെക്സിലാണോ നമ്മൾ ടച്ച് ചെയ്തത് ആ ഇൻഡെക്സിനെ ബേസ് ചെയ്തൊരു സാധനമായിരിക്കും ഇവിടെ ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇനീഷ്യലി ഇൻഡെക്സ് 0 ആയിരിക്കും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്ലാസ് ഇവിടെ ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ വിഡ്ജറ്റ് ലോഡ് ചെയ്യണം. ഇത് ഞാൻ ഇപ്പുറത്തേക്ക് ടോഗിൾ ചെയ്യുമ്പോൾ ഈ സെലക്ഷൻ ഇങ്ങോട്ട് ജമ്പ് ചെയ്യണം. അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഇതും മാറണം. ഈ സ്കഫോൾഡിന്റെ ബോഡിയിൽ വരുന്ന കണ്ടന്റ് എന്ത് ചെയ്യണം, ചേഞ്ച് വരണം. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്.
അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക് ഒരു തിയറി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് അതിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് കോഡ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഹോം പേജിൽ നമുക്ക് ഇനീഷ്യലി ലോഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആപ്പ് ലോഞ്ചായി വരുമ്പോൾ വരുന്ന അല്ലെങ്കിൽ ലോഗിൻ ചെയ്ത് സക്സസ്ഫുള്ളി വരുന്ന പേജിലായിരിക്കും എന്തുണ്ടാക്കുക, ഈ ബോട്ടം നാവിഗേഷൻ ബാർ പേജ് ഉണ്ടാക്കി. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ ഹോം പേജ് ആണ് നമ്മളുടെ ഇനീഷ്യലി ആപ്പ് അല്ലെങ്കിൽ ലോഗിൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആപ്പ് ലോഡായി വരുമ്പോഴോ വരുന്ന പേജ് ഹോം പേജ് ആണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമാജിൻ ചെയ്യുന്നത്. സോ അപ്പോൾ ഈ ഹോം പേജിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ബോട്ടം നാവിഗേഷൻ ബാർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാനിപ്പോൾ പറഞ്ഞിരുന്നു ഇത് സ്കഫോൾഡിന്റെ പ്രോപ്പർട്ടി ആണ് എന്ത്, ബോട്ടം നാവിഗേഷൻ ബാർ എന്നുള്ളത്. സോ യു ക്യാൻ കോൾ ദിസ് ബോട്ടം നാവിഗേഷൻ ബാർ. ഓക്കെ, ദെൻ ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് പറയുന്നത് എന്ത് അക്സെപ്റ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു, ബോട്ടം നാവിഗേഷൻ ബാർ എന്നുള്ള വിഡ്ജറ്റ് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. സോ ഇവിടെയുള്ള എററിന് കാരണം ഇതിന് മാൻഡേറ്ററി ആയിട്ട് എന്ത് വേണം, ഐറ്റംസ് എന്ന് പറയുന്നതാണ് അതിന്റെ ചൈൽഡ് അല്ലെങ്കിൽ ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഇതിന്റെ ടൈപ്പ് എന്തായിരിക്കും, ഇതിന്റെ ടൈപ്പ് ബോട്ടം നാവിഗേഷൻ ബാർ ഐറ്റം എന്നുള്ള ടൈപ്പിലായിരിക്കും. ഇവിടെ നമുക്ക് മൗസ് ഓവർ ചെയ്ത് കാണാം, ദിസ് ഈസ് എ ലിസ്റ്റ് ആൻഡ് ആ ലിസ്റ്റിലെ ഐറ്റംസ് എല്ലാം എന്തായിരിക്കും, ഈ ടൈപ്പിലുള്ള ഐറ്റംസ് ആയിരിക്കും ഇതിലുണ്ടാവുക, ബോട്ടം നാവിഗേഷൻ ബാർ ഐറ്റം എന്നുള്ളത്. സോ അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് ബോട്ടം നാവിഗേഷൻ ബാർ ഐറ്റം എന്നുള്ളത്. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ബോട്ടം നാവിഗേഷൻ ബാർ ഐറ്റത്തിന് ദിസ് ഷുഡ് ഹാവ് സം മാൻഡേറ്ററി പ്രോപ്പർട്ടീസ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, റിക്വയർഡ് ആയിട്ട് എന്തുണ്ട്, യു ഹാവ് ടു പ്രൊവൈഡ് ആൻ ഐക്കൺ. ദാറ്റ് ഷുഡ് ബി icons dot I'm going to give home. Okay, then ഇനി ഇതിന് എന്തുണ്ടായിരിക്കും, യു ക്യാൻ പ്രൊവൈഡ് എ ലേബൽ ആൻഡ് ദാറ്റ് ഷുഡ് ബി ഡയറക്റ്റ് സ്ട്രിംഗ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇവിടെ കൊണ്ടുപോയി മൗസ് ഓവർ ചെയ്ത് കാണിച്ചാൽ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്താണ്, സ്ട്രിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ഹോം എന്ന് കൊടുത്തു. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് പറഞ്ഞാൽ. ലെറ്റ് മീ മേക്ക് ഇറ്റ് ഓക്കെ, ഞാൻ കോൺസ്റ്റന്റ് മോഡിഫയർ ആഡ് ചെയ്തു. ഇനി ഇവിടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടി എഴുതാൻ ഞാൻ ഇവിടെ ബോട്ടം നാവിഗേഷൻ ബാർ ഐറ്റം ആൻഡ് മാൻഡേറ്ററി ആയിട്ട് എന്ത് വേണം, ഐക്കൺ വേണം. സോ ഐ എം ഗോയിങ് ടു ഗിവ് icons dot your favorite icon. Then you can provide a label here, label. Then that label is, see ഞാൻ ജസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ സെക്കൻഡ് ബോട്ടം നാവിഗേഷൻ ബാർ ഐറ്റം. ഇനി യു ക്യാൻ ഹാവ് എ തേർഡ് വൺ ആൻഡ് ലിസ്റ്റ് ആയതുകൊണ്ട് ഓരോന്ന് കഴിഞ്ഞാൽ എന്ത് വേണം, ഒരു കോമ വേണം. ആ കോമ ഇല്ലാത്തതാണ് എറർ. ഓക്കെ, ആൻഡ് ദിസ് ഷുഡ് ബി യുവർ പ്രൊഫൈൽ. സോ ലെറ്റ് മീ കോൾ ദ പേഴ്സൺ ഐക്കൺ, പേഴ്സൺ. ഓക്കെ, ആൻഡ് ദിസ് ഷുഡ് ബി പ്രൊഫൈൽ. ദെൻ വൺ മോർ തിങ്, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സെറ്റിങ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, സെറ്റിങ്സ് എന്ന് കൊടുത്തു. ആൻഡ് ദിസ് ഷുഡ് ബി യുവർ സെറ്റിങ്സ്. Okay, settings. Okay, so these are the different elements. ഇതിനകത്തുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഫസ്റ്റ് ബോട്ടം നാവിഗേഷൻ ബാർ ഐറ്റം ആൻഡ് ദിസ് ഈസ്, ഇവിടെ ഞാൻ ഇത് എവിടെ ആയിരിക്കും, 0th ഇൻഡെക്സിൽ. ദിസ് ഷുഡ് ബി ഓൺ ഫസ്റ്റ് ഇൻഡെക്സ്. ദെൻ ഇത് ലിസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് ഐറ്റംസ് ഇൻഡെക്സ്ഡ് ആയിരിക്കും 2 ആൻഡ് വി ഹാവ് 3 ഇൻഡെക്സ് നമുക്കുണ്ട്. ടോട്ടൽ 4 എലമെന്റ്സ് ഉണ്ട്. ആൻഡ് ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ ഈ പ്രൊജക്റ്റ് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ആപ്പ് റണ്ണായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് കാണാമല്ലോ. അവിടെ ആക്ച്വലി അവിടെ ബോട്ടം നാവിഗേഷൻ ബാർ ഉണ്ട്. ഇവിടെ താഴത്തെ ബോട്ടം നാവിഗേഷൻ ബാർ ഇവിടെ ഉണ്ട്. പക്ഷെ അത് കാണാത്തതിന് കാരണം, ലെറ്റ് മീ ഗിവ് എ ബാക്ക്ഗ്രൗണ്ട് കളർ. ബോട്ടം നാവിഗേഷൻ ബാറിന് കുറേ പ്രോപ്പർട്ടി ഉണ്ട്. അതിലൊന്നാണ് ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത്. Let me take a color from theme dot of context dot take a color. Let's have the primary color. Okay, ഞാൻ primary color എടുത്തു and let me reboot it. Okay, so ഒരു കളർ കൊടുത്തു and let me copy this color to these elements. ഇവയ്ക്കൊക്കെ എന്തുണ്ടായിരിക്കും, you can have a background color here. This should be background color. See, നമുക്ക് ഡയറക്ടർ കളർ കൊടുക്കാം, ടിക് പർപ്പിൾ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യു ക്യാൻ സീ എ ബോട്ടം നാവിഗേഷൻ ബാർ ഹിയർ. ഇവിടെ നിങ്ങൾക്ക് ഒരു ബോട്ടം നാവിഗേഷൻ ബാർ കാണും. ലെറ്റ് മീ സൂം ദിസ് ഔട്ട്.
ഓക്കെ. സോ ഇതാണ് നമ്മളുടെ ബോട്ടം നാവിഗേഷൻ ബാർ എന്നുള്ളത്. അതിൽ കറന്റ്ലി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഈ ഐക്കണിലൊന്നും ലേബൽ ഇല്ല. ഇവിടെ ഓൾറെഡി ഒരു ലേബൽ ഉണ്ട്, അത് സെലക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ ഈ സ്കഫോൾഡിൽ ഇപ്പോൾ കറന്റ്ലി കാണേണ്ടത് ഇവിടെ ഈ ഹോമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള UI അല്ലെങ്കിൽ ട്രീ ആണ് നമുക്ക് ഇവിടെ വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെലക്ഷൻ ഇങ്ങോട്ട് മാറണം, ഇവിടെ ഫേവറൈറ്റ്സ് എന്ന് വരണം, അതനുസരിച്ചുള്ള UI ഇവിടെ വരണം. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഈ ക്ലിക്ക് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതല്ലെങ്കിൽ ഈ ബോട്ടം നാവിഗേഷൻ ബാറിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ബോട്ടം നാവിഗേഷൻ ബാറിന് കുറച്ച് പ്രോപ്പർട്ടികളുണ്ട്. അതിലൊന്നാണ് ഈ ഓൺ ടാപ്പ് എന്നുള്ള പ്രോപ്പർട്ടി. ഓൺ ടാപ്പ് ഒരു ഫങ്ഷൻ അക്സെപ്റ്റ് ചെയ്യും. ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ടാപ്പ് ചെയ്യുമ്പോഴുള്ള ലോജിക്ക് ഇവിടെ എഴുതാം, എന്താണ് എഴുതേണ്ടത്. ആൻഡ് ഇതിനൊരു പാരാമീറ്റർ ഉണ്ട്, ദാറ്റ് ഷുഡ് ബി ആൻ ഇൻഡെക്സ്. ദാറ്റ് മീൻസ് നമ്മൾ എവിടെയാണോ തൊട്ടത് ആ ഇൻഡെക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ ആക്സസ് ചെയ്യാം ഈ ഇൻഡെക്സ് വേരിയബിളിൽ. ആൻഡ് ദിസ് ഷുഡ് ബി ഓഫ് ടൈപ്പ് ഇൻഡ് ഇൻഡെക്സ് ആണ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഈ ഇൻഡെക്സ് കറണ്ട് ഇൻഡെക്സ് ഉള്ള വേരിയബിളിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഇനീഷ്യലി ഇത് ലോഡായി വരുമ്പോൾ എന്ത് ചെയ്യുന്നത്, ഇത് ഇവിടെ ഈ വാല്യൂ സെലക്ട് ആയി നിൽക്കുന്നത്. അതിന് കാരണം നമുക്ക് എന്തുണ്ട്, ഇവിടെ കറണ്ട് ഇൻഡെക്സ് ഒരു വേരിയബിൾ ഉണ്ട്. റൈറ്റ് നൗ ഇറ്റ് ഈസ് 0. ഓക്കെ. അതുകൊണ്ടാണ് ഇത് വന്നത്. ആൻഡ് ഇഫ് ഐ മേക്ക് ഇറ്റ് 1 ആൻഡ് ഇഫ് ഐ സേവ് ഇറ്റ് ആൻഡ് യു ക്യാൻ സീ ഇത് മാറി. ആൻഡ് ഇഫ് ഐ ക്യാൻ ചേഞ്ച് ദിസ് ടു 2 then it is in profile. If it is 3 that should be settings. അപ്പോൾ സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ വാല്യൂ ഇപ്പം ഞാൻ ഡയറക്റ്റ് ഇവിടെ എഴുതി കൊടുക്കുക ചെയ്ത്, ഇത് എന്ത് ചെയ്യാൻ പറ്റണം, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് എന്ത് ചെയ്യേണ്ടി വരും, അതിന് ഇങ്ങനെ എഴുതിയാൽ നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് ലെറ്റ് മീ ഡിക്ലെയർ എ വേരിയബിൾ ഇൻഡ്. ഇൻഡെക്സ് ആണല്ലോ ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഇൻഡ് ടൈപ്പിൽ ഞാനൊരു വേരിയബിൾ ഉണ്ടാക്കി, ദാറ്റ് ഈസ് കോൾഡ് സെലക്റ്റഡ് ഇൻഡെക്സ്. ആൻഡ് ഐ എം ഗോയിങ് ടു അസൈൻ എ ഇനീഷ്യൽ വാല്യൂ 0. ഓക്കെ. ദെൻ ലെറ്റ്സ് replace this with that selected index. ഓക്കെ. സോ ഞാൻ ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഹോമിലായി. ഇനി എന്ത് ചെയ്യണം, ടാപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ സ്റ്റേറ്റ് അതല്ലെങ്കിൽ ഈ ഇൻഡെക്സ് മാറും. അപ്പോൾ അതെങ്ങനെയായിരിക്കും, അണ്ടർസ്കോർ സെലക്റ്റഡ് ഇൻഡെക്സ് ഈക്വൽ ടു എന്തായിരിക്കും, ദാറ്റ് ഷുഡ് ബി ദാറ്റ് ഇൻഡെക്സ് ആൻഡ് ദിസ് വാല്യൂ. ഇതാണ് ഇൻഡെക്സ് ഉള്ളത്. ഓക്കെ. ഞാൻ സേവ് ചെയ്തു. ഇവിടെ ലെറ്റ്സ് പ്രിന്റ് ദിസ്, പ്രിന്റ് ദാറ്റ് സെലക്റ്റഡ് ഇൻഡെക്സ്. നമുക്ക് ആ സെലക്റ്റഡ് ഇൻഡെക്സ് പ്രിന്റ് ചെയ്യാം. ഓക്കെ. സേവ് ചെയ്തു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഇൻഡെക്സ് മാറുന്നുണ്ട് 1 2 ആൻഡ് യു ക്യാൻ ഹാവ് 3. ബട്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, UI അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഈ വാല്യൂ ഇതിൻ്റെ സ്റ്റേറ്റ് മാറി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, യു നീഡ് ടു റീബിൽഡ് ദിസ് UI വിത്ത് ദ ന്യൂ സ്റ്റേറ്റ്. ആ പുതിയ സ്റ്റേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ UI എന്ത് ചെയ്യണം, റീബിൽഡ് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ എഴുതിയാൽ നടക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം, സിമ്പിൾ സ്റ്റേറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് സെറ്റ് സ്റ്റേറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ അച്ചീവ് ദിസ് തിങ്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ കോൾ യുവർ സെറ്റ് സ്റ്റേറ്റ് ആൻഡ് ഇൻസൈഡ് ദാറ്റ് സെറ്റ് സ്റ്റേറ്റ് യു ക്യാൻ കോൾ യുവർ സെലക്റ്റഡ് ഇൻഡെക്സ്. ഈ ലോജിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ആൻഡ് ലെറ്റ് മീ സേവ് ദിസ്. നൗ യു ക്യാൻ സീ ഇറ്റ് ഈസ് ഇൻ സെറ്റിംഗ്സ്. ക്ലിക്ക് ഹിയർ. ഇറ്റ് ഈസ് പ്രൊഫൈൽ, ഫേവറൈറ്റ് ആൻഡ് ഹോം. ഓക്കെ. ആൻഡ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ടോഗിൾ ചെയ്യുന്ന ഫംഗ്ഷനാലിറ്റി എന്ത് ചെയ്തു, സക്സസ്ഫുള്ളി ചെയ്തു. ആൻഡ് ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ദിസ് തിങ് ഫ്രം ഹിയർ. ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇവിടുന്ന് മാറ്റാം. എങ്ങനെ, നിങ്ങൾക്ക് ഇതിനെ വേറൊരു മെത്തേഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ചേഞ്ച് ദിസ്. ഇതിനെ നിങ്ങൾക്കൊരു ഇവിടുന്ന് റീഫാക്ടർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഹാവ് എ മെത്തേഡ് നെയിം ഈസ് ടോഗിൾ ഇൻഡെക്സ് എന്ന് ഞാൻ മാറ്റി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു ഹാവ് എ ടോഗിൾ ഇൻഡെക്സ് മെത്തേഡ് ഹിയർ. ഓക്കെ. ദെൻ ഇവിടെ എന്തുണ്ടായിരിക്കും, ഇവിടെ അതിന് പകരം ടോഗിൾ ഇൻഡെക്സ് വന്നു. ലെറ്റ്സ് റീബൂട്ട് ഇറ്റ്. ദെൻ യു ക്യാൻ സീ ഇറ്റ്സ് വർക്കിംഗ്. ഓക്കെ. സോ അപ്പോൾ ഇവിടെ നമ്മൾ UI ഒന്നുകൂടി ക്ലീൻ ആയി. പക്ഷേ ഇവിടെ താഴെ എന്തുണ്ടായിരിക്കും, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തു, ബോട്ടം ഐറ്റം. ഓക്കെ. സോ ഞാൻ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്തതാണ്. ആൻഡ് വി ഡോണ്ട് നീഡ് ദിസ് പ്രിന്റ്. ഈ പ്രിന്റ് നമുക്ക് ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീബഗ് ചെയ്യാൻ വേണ്ടി പ്രിന്റ് ഒക്കെ എഴുതി നോക്കാം. ഓക്കെ. ആൻഡ് ഇനി ചെയ്യേണ്ടത്, ഇനി ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഹോം എന്ന് പറയുന്നത് ഇവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് നമ്മളുടെ ഹോം പേജ് എന്ത് ചെയ്യേണ്ടത്, വരേണ്ടത്.
ഓക്കെ, നമ്മളിപ്പോൾ കറന്റ് ഹോം പേജിലാണ്, ഹോം പേജ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തേക്കുന്നത്. സി ലെറ്റ് മീ റീനെയിം ദിസ് ടു, ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്യുന്നുണ്ട്. റീനെയിം ദിസ് ടു ബോട്ടം പേജ് എന്ന് കൊടുത്തു. ആൻഡ് ഐ ക്യാൻ റീനെയിം ദിസ് ക്ലാസ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പേര് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ്, റീനെയിം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ബോട്ടം നാവ് പേജ് എന്ന്, ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് കൊടുക്കരുത്, ബിക്കോസ് അതൊരു വിഡ്ജറ്റ് നെയിം ആണ്. അത് ആ പേരിൽ ക്ലാസ് ഉണ്ടാക്കരുത്. ബോട്ടം നാവ് പേജ് എന്ന് കൊടുത്തു. ഓക്കെ, നൗ യുവർ ക്ലാസ് നെയിം ഇസ് ചേഞ്ച്ഡ്. ഇനി നമുക്ക് വേണ്ടത്, ഇനീഷ്യലി ഹോം പേജ് ലോഡായി വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ആപ്പ് ലോഡായി വരുമ്പോൾ ഹോം പേജിന്റെ UI ആണ് ഈ സ്കഫോൾഡിൽ കാണിക്കേണ്ടത്. സോ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ന്യൂ dot file called home_page. Then you can have import material. Then that should be a stateful or stateless. Stateful widget, I'm going to call this as home page, and this is going to return a scaffold. Okay, and scaffold എഴുതി കാണിച്ചു തരാം. എന്താണ് അതിന്റെ പ്രശ്നം ഞാൻ കാണിച്ചു തരാം. scaffold, and ഞാൻ ഇപ്പോൾ ഇതിനകത്ത് UI ഒന്നും ബിൽഡ് ചെയ്യാൻ പോകുന്നില്ല. യു ക്യാൻ ബിൽഡ് ദ ഹോം പേജ് UI ഇൻസൈഡ് ദിസ് തിങ്. ഇവിടെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. I'm going to have a background color and home page is red. Okay, and let me copy this, and I can have the favorite page here and rename this to your fave page. Okay, and the color is orange. Okay, then let me create one more page, dot file, that is settings page. We have a lot of pages here. 4 pages ഉണ്ടല്ലോ, അപ്പോൾ ആ 4 പേജാണ് ഞാൻ ചെയ്യുന്നത്. Okay, and rename this to refactor rename, and this should be settings page. Okay, then you can create one more page, that is for your profile_page. Okay, paste this and rename this to rename, and this is profile page. Okay, and the color is green. Okay, then the settings page color is some teal. Let me have a black. Okay, see, ഞാനൊരു ബ്രൗൺ എന്നുള്ള കളർ കൊടുത്തു. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡിഫറെൻറ്റ് പേജസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ നമ്മളുടെ പാരന്റ് ബോട്ടം നാവ് എന്നുള്ള പേജിന്റെ, ഇത് നമ്മൾ ബോഡി എഴുതിയിട്ടില്ലല്ലോ. ഇവിടെ എന്ത് ചെയ്യണം, ബോഡി എന്ന് എഴുതിയിട്ട് ഞാനിവിടെ നമ്മളുടെ ഹോം പേജിനെ കോൾ ചെയ്തു. ഇങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റെഡ് കളർ വരും. എവിടെ ക്ലിക്ക് ചെയ്താലും എന്തായിരിക്കും, ഇത് തന്നെ ആയിരിക്കും. ബിക്കോസ് ഇവിടെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് എന്ത് ചെയ്തേക്കാണ്, ഈ ബോഡി ഇവിടെ കൊടുത്തേക്കാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ലിസ്റ്റിലെ ഇൻഡെക്സ് മാറുമ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യണം, ഈ ബോഡിയും എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ ഈ ബോട്ടം നാവിഗേഷൻ ബാറിന്റെ ഒരു ടെംപ്ലേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ടെംപ്ലേറ്റിന്റെ സ്കഫോൾഡിന്റെ ബോഡിയിലേക്ക് നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടന്റ് മാറ്റി കൊണ്ടുപോയി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഫ്ലട്ടർ ഇൻസ്പെക്ടർ ഒക്കെ ഉണ്ടായിരിക്കും. ഇവിടെ ഫ്ലട്ടർ ഇൻസ്പെക്ടർ. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ UI ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം. ലൈക്ക് ദിസ്, ഞാൻ എൻ്റെ UI ഇൻസ്പെക്ട് ചെയ്യാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ യു ഹാവ് എ ബോട്ടം നാവ് പേജ്, അതിനൊരു സ്കഫോൾഡ് ഉണ്ട്. ദെൻ ഇവിടെ കണ്ടോ, 2 സ്കഫോൾഡ് ഇവിടെ ഈ ട്രീയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറ്റാച്ച്ഡ് ആയിട്ട് കാണാം. അതായത് ബോട്ടം നാവിഗേഷൻ ബാറിന്റെ ചൈൽഡ് ആയിട്ട് എന്ത് വന്നിട്ടുണ്ട്, സ്കഫോൾഡിന്റെ ബോഡി ആയിട്ട് ഹോം പേജ് വന്നിട്ടുണ്ട്. അതിനകത്ത് എഗെയിൻ ഒരു സ്കഫോൾഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമില്ലാതെ എന്ത് വന്നിട്ടുണ്ട്, ഒരു ഡബിൾ സ്കഫോൾഡ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഡ്രോബാക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ ഹോം പേജിൽ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഈ ഹോം പേജിനകത്ത് ഒരു ആപ്പ് ബാർ എഴുതിയെന്ന് വിചാരിക്കും. ആപ്പ് ബാർ. ഓക്കെ, ഐ ഹാവ് എൻ ആപ്പ് ബാർ ഹിയർ. ഇപ്പൊ നമ്മളുടെ UIയിൽ എന്തുണ്ടായിരിക്കും, ഇവിടെ ഒരു ആപ്പ് ബാർ വന്നു. ആൻഡ് ഈ ബോട്ടം പേജിൽ നിങ്ങൾ ഈ പേജിൽ നിങ്ങൾ ഒരു ആപ്പ് ബാർ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ആപ്പ് ബാർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ഡബിൾ ആപ്പ് ബാർ ആൻഡ് ഐ ക്യാൻ ഹാവ് എ ബാക്ക്ഗ്രൗണ്ട് കളർ. ഞാൻ ഇവിടെ ഒരു ദാറ്റ് ഡീപ് പേർപ്പിൾ കൊടുത്തിട്ടുണ്ട്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ദിസ് ആപ്പ് ബാർ ഈസ് ഫ്രം യുവർ പാരന്റ് പേജ്. നമ്മുടെ ബോട്ടം നാവ് പേജിന്റെ ആണ് ഇത്. ഇതിന്റെ ഉള്ളിലേക്ക് ലോഡായ ബോഡിയിലുള്ള ആ പേജിൽ ഉണ്ടായിരുന്ന ആപ്പ് ബാർ ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ലോഡ് ചെയ്യുന്ന പേജിൽ ആക്ച്വലി നമുക്ക് എന്തിന്റെ ആവശ്യമില്ല. ദർ ഇസ് നോ നീഡ് ഓഫ് ദിസ് സ്കഫോൾഡ്. ഈ സ്കഫോൾഡിന്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്കഫോൾഡ് എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് ഇവിടെ. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എഴുതിയതാണ്. കണ്ടെയ്നർ മതി. Then you can have an height here, infinity. The child should be a center. Then just UI just build in, and this is home page. Okay, child should be, don't write like this. Child should be child text. Okay, so paste it here. Okay, ഇതാണ് നമ്മളുടെ എന്ത് ഹോം പേജ് എന്ന് പറയുന്നത്. ദെൻ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പോവാണ്, ചേഞ്ച് ചെയ്യാൻ പോവാണ്. ആൻഡ് ദിസ് ഷുഡ് ബി ഫേവ് പേജ്. ഓക്കെ, ഫേവ് പേജ്. ദെൻ സെറ്റിംഗ്സ് പേജിനകത്തും ഇതേപോലെ എന്ത് ചെയ്യാണ്, I can have the settings here, and that should be settings page. And one more thing, profile page ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ചിലപ്പോൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മേ ബി സം ന്യൂ കമേഴ്സ് ഉണ്ട്, ചില ആളുകൾ എന്നോട് ഇത് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമെന്നൊക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്കിപ്പ് ദിസ് തിങ്. ഓക്കെ, പ്രൊഫൈൽ പേജ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പേജസ്. സോ ഞാൻ റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, നൗ യു ഹാവ് ഹോം പേജ്. ആൻഡ് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്കിത് ചേഞ്ച് ചെയ്യണം. ഹൗ വിൽ യു ഡു ദാറ്റ്? എങ്ങനെ ചേഞ്ച് ചെയ്യും? ഇവിടെ നമ്മൾ ഡയറക്റ്റ് എഴുതിയേക്കാണ്. സോ അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഐ എം ഗോയിങ് ടു ഡിക്ലെയർ എ ലിസ്റ്റ് ഹിയർ, ലിസ്റ്റ് ഓഫ് ടൈപ്പ് വിഡ്ജറ്റ്. ഈ ലിസ്റ്റിലെ ഓരോ ഐറ്റംസും എന്തായിരിക്കും, വിഡ്ജറ്റുകളായിരിക്കും. വിഡ്ജറ്റ് ഓപ്ഷൻസ് ഈക്വൽ ടു ഐ എം ഗോയിങ് ടു ഹാവ് എ ലിസ്റ്റ് ഹിയർ. ദെൻ ഈ ലിസ്റ്റിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ വിഡ്ജറ്റുകളെ കോൾ ചെയ്യുന്നത്. ഒന്ന് ഹോം പേജ്, നമ്മൾ അപ്പുറത്തുണ്ടാക്കിയ ക്ലാസ്. ദെൻ രണ്ടാമത്തെ ഫേവ് പേജ് ആണ്. ഓക്കെ, മൂന്നാമത്തെ ഐ തിങ്ക് യു ഹാവ് പ്രൊഫൈൽ പേജ് ഓർ സെറ്റിംഗ്സ്. ഓക്കെ, പ്രൊഫൈലാണ്, പ്രൊഫൈൽ പേജ്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് സെറ്റിംഗ്സ് പേജ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ ലിസ്റ്റ്. ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഞാൻ ഒരു ഇൻഡെക്സ് സെലക്ട് ചെയ്ത് 0 എന്ന് സെലക്ട് ആയിപ്പോൾ, അതായത് നമ്മളുടെ ഈ വേരിയബിളിൽ എന്തുണ്ട്, ഈ ബോട്ടം നാവിഗേഷൻ പറഞ്ഞ ഓൺ ടാപ്പിൽ നിങ്ങൾക്ക് ഇൻഡെക്സ് കിട്ടും 0. ആ 0 കിട്ടിക്കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യണം, 0th ഇൻഡെക്സിലെ എലമെന്റ് എടുത്തിട്ട് എവിടെ വരണം, ഇവിടെ വരണം. ഈ ഇൻഡെക്സ്, സെലക്ടഡ് ഇൻഡെക്സ് എന്നുള്ള വേരിയബിളിൽ നമുക്ക് ഈ 0 നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്ത് ഇവിടെ എന്ത് ചെയ്യാം, യു ക്യാൻ ബിൽഡ് ദ UI. ആൻഡ് ഇവിടെ ഞാൻ എഴുതുകയാണ്, ഗോ ടു ദാറ്റ് വിഡ്ജറ്റ് ഓപ്ഷൻസ് ലിസ്റ്റ്. ഈ വിഡ്ജറ്റ് ഓപ്ഷൻസ് ലിസ്റ്റിൽ പോയിട്ട് എന്ത് ചെയ്യണം, I'm going to use element at, and that should be selected index. Okay, and save it. Now you have home page, and if I click here, and you can see it is changed to profile page. If I click here, that is profile page. Again settings and favorite page. Now you successfully implemented your bottom navigation page. Okay, I think the idea is clear. ഈ പറയുന്ന കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഞാനൊരു സ്റ്റെപ്പ് കൂടി അഡ്വാൻസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കുറേ ലോജിക്കൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഇതിനകത്ത് ഇവിടെ ഒരു മെത്തേഡ് എഴുതിയിട്ടുണ്ട്. ലെറ്റ് മീ ഐസൊലേറ്റ് ദിസ് തിങ് ടു സം അതർ ഫയൽ. അല്ലെങ്കിൽ നമുക്ക് പ്രൊവൈഡർ എന്ന് പറയുന്ന പാക്കേജ് ഉപയോഗിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ സ്റ്റേറ്റ് മാനേജ് ചെയ്യാം. സോ ലെറ്റ് മീ ആഡ് ദാറ്റ് പ്രൊവൈഡർ ഹിയർ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, പ്രൊവൈഡർ. ഓക്കെ, സോ പബ്ഗെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, യു ഹാവ് ടു റൈറ്റ് എ പ്രൊവൈഡർ. എന്തിനു വേണ്ടി, നമുക്ക് എന്താണ് വേണ്ടത്, ആ പറയുന്ന വിഡ്ജറ്റിൽ എന്ത് മാറ്റണം, ആ ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അതിന് നമ്മളൊരു പ്രൊവൈഡർ എഴുതുകയാണ്. സിമ്പിൾ, ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയ പ്രൊവൈഡർ, ചെറിയൊരു ക്ലാസ് എഴുതുകയാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് ഈ UI കൺസ്യൂം ചെയ്യാം. ലെറ്റ്സ് ട്രൈ ദാറ്റ്. നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടി ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരിക്കും സംടൈംസ്. അല്ലെങ്കിൽ ഇവിടെ തന്നെ വേണമെങ്കിൽ എഴുതാം. ഈ ചെറിയ സിമ്പിൾ സ്റ്റേറ്റ് ആണത്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും മാനേജ് ചെയ്യാം. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, ആ പ്രൊവൈഡർ വെച്ചിട്ട് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നതും കൂടി എന്ത് ചെയ്യാം, ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, സോ അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ന്യൂ ഡോട്ട് ഫയൽ. ദാറ്റ് ഈസ് യു ക്യാൻ ഗീവ് ഇറ്റ് ആസ് വാട്ട്, ബോട്ടം now provider. Okay, and this is a class bottom now bar provider with change notifier.
ഓക്കെ, നിങ്ങൾക്ക് പ്രൊവൈഡറിനെ കുറിച്ച് അറിയില്ലാന്നുണ്ടെങ്കിൽ ഇത്ര നേരം പറഞ്ഞത് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് പ്രൊവൈഡർ അറിയില്ലെങ്കിൽ ഞാനൊരു പ്രൊവൈഡറിന്റെ ഒരു 2 പാർട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗോ ആൻഡ് വാച്ച് ദാറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ഈസ് പ്രൊവൈഡർ ആൻഡ് ഹൗ ക്യാൻ യു മാനേജ് സ്റ്റേറ്റ് വിത്ത് പ്രൊവൈഡർ. ഓക്കെ, ബോട്ടം നാവ് ബാർ വിത്ത് ചേഞ്ച് നോട്ടിഫയർ. ആൻഡ് ഇനി എന്ത് ചെയ്യണം, നമുക്ക് അവിടുന്ന് ഐസൊലേറ്റ് ചെയ്യേണ്ട എൻറ്റിറ്റി എന്ന് പറയുന്നത് ആ കറണ്ട് ഇൻഡെക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് ദാറ്റ് ഓർ സെലക്ടഡ് ഇൻഡെക്സ് വാട്ട് എവർ ഇറ്റ് ഈസ്. സോ നിങ്ങൾക്ക് ഞാനിവിടെ അതിനെ കോൾ ചെയ്യുന്നത് കറണ്ട് ഇൻഡെക്സ് എന്ന് കോൾ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനീഷ്യലി 0 ആയിരുന്നല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഗെറ്റർ എഴുതണം. ഗെറ്റ്, ബിക്കോസ് ദാറ്റ് ഈസ് എ പ്രൈവറ്റ് വേരിയബിൾ. ഗെറ്റ് കറണ്ട് ഇൻഡെക്സ്, അതിൻ്റെ പേര് കറണ്ട് ഇൻഡെക്സ് എന്നാണ്. കറണ്ട് ഇൻഡെക്സ് ഗെറ്റർ ആണ്, റിട്ടേൺ ടൈപ്പ് ഉണ്ടായിരിക്കും ഇൻഡ് ആണ്, ദെൻ അണ്ടർസ്കോർ കറണ്ട് ഇൻഡെക്സ്. ഓക്കെ, ദിസ് ഈസ് എ ഗെറ്റർ മെത്തേഡ്. ഇനി എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. നമുക്ക് ആ ഇൻഡെക്സ് അപ്ഡേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാനൊരു മെത്തേഡ് എഴുതാണ്, അപ്ഡേറ്റ് ഇൻഡെക്സ്. എന്ത് ചെയ്യണം, ഒരു പാരാമീറ്റർ ഉണ്ടായിരിക്കും ഇൻഡ്, യു ക്യാൻ ഹാവ് സംതിങ് കോൾഡ് ന്യൂ ഇൻഡെക്സ് വാട്ട് ന്യൂ ഇൻഡെക്സ് എന്തുകൊണ്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, ഇനി ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കറണ്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഷുഡ് ബി ന്യൂ ഇൻഡെക്സ്. അവിടുന്ന് വന്ന ഈ മെത്തേഡിനെ നമ്മൾ കോൾ ചെയ്യുക, ന്യൂ ഇൻഡെക്സ്. ദെൻ ഈ ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നോട്ടിഫൈ ദ ലിസണേഴ്സ്. നോട്ടിഫൈ ലിസണേഴ്സ്. ഓക്കെ, ഇനി ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യണം, ഇത് നമ്മളുടെ UI എന്ത് ചെയ്യണം, നമുക്ക് കൺസ്യൂം ചെയ്യണം. അപ്പോൾ നമ്മൾ എവിടെ വരണം, ബോട്ടം പേജിൽ വരിക. ബോട്ടം പേജിൽ വന്നിട്ട് ഐ ഡോണ്ട് വാണ്ട് ദിസ്. ഓക്കെ, എനിക്കതിൻ്റെ ആവശ്യമില്ല. അതിന് പകരം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഐ എം ഗോയിങ് ടു യൂസ് മൈ ബോട്ടം നാവിഗേഷൻ ബാർ പ്രൊവൈഡർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ബോട്ടം നാവിഗേഷൻ ബാർ ഇത് തന്നെയാണ്. പക്ഷെ ഇവിടെ ഞാൻ ഐ എം ഗോയിങ് ടു ഹാവ് എ കൺസ്യൂമർ ഹിയർ. കൺസ്യൂമർ. ഓക്കെ, കൺസ്യൂമറിന് എന്തുണ്ട്, ബോട്ടം നാവിഗേഷൻ ബാർ, ബോട്ടം നാവിഗേഷൻ നാവ് ബാർ പ്രൊവൈഡർ. ഈ ടൈപ്പിലുള്ള പ്രൊവൈഡർ ഉണ്ട്. ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യാൻ പോകുന്നത്. ദെൻ നമുക്കറിയാം ഇതിന് എന്തുണ്ടായിരിക്കും, യു ഹാവ് സംതിങ് കോൾഡ് ബിൽഡർ. ബിൽഡർ എന്ത് അക്സെപ്റ്റ് ചെയ്യും, കോണ്ടെക്സ്റ്റ്. ദെൻ യു ക്യാൻ ഹാവ് നാവ് പ്രൊവൈഡർ. ഞാനൊരു പ്രൊവൈഡറിൻ്റെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കി. ദെൻ യു ക്യാൻ ഹാവ് ദ ചൈൽഡ് ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ ദാറ്റ് ബോട്ടം നാവിഗേഷൻ ബാർ ഐറ്റം. ഓക്കെ, ഇനി ഇതിനകത്ത് ഓൺ ടാപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൺ ടാപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്ന പാരാമീറ്റർ അക്സെപ്റ്റ് ചെയ്യും. ദെൻ ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് ലെറ്റ് എ കോമ ഹിയർ. ദെൻ ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് എന്തായിരിക്കും, കോൾ ദാറ്റ് നാവ് പ്രൊവൈഡർ ഡോട്ട് വാട്ട് അപ്ഡേറ്റ് ഇൻഡെക്സ്. ഓക്കെ, സോ ദാറ്റ് ഷുഡ് ബി പാസ് ചെയ്യേണ്ടത് ഇൻഡെക്സ് എന്നാണ്. ഓക്കെ, ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ്. നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഈ കൺസ്യൂമർ കഴിഞ്ഞിട്ട് പുട്ട് എ കോമ. ഓക്കെ, ബിക്കോസ് അത് ബോഡിയിൽ ബോട്ടം നാവിഗേഷൻ ബാറിലാണ് നമ്മൾ കൺസ്യൂമർ എഴുതി, ഇവിടെ കോമ ഉണ്ട്. ഇനി ഇവിടെ എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത്, അതിൽ നമ്മൾ ഇത് ചേഞ്ച് ചെയ്യണമല്ലോ, ഈ UI അല്ലെ ബോഡിയിലെ കണ്ടന്റ് ചേഞ്ച് ചെയ്യണം. അതെങ്ങനെയായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്, അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ കോൾ ചെയ്തത്, നേരത്തെ കോൾ ചെയ്തത് എങ്ങനെയായിരുന്നു, നമ്മൾ കോൾ ചെയ്ത് ഇങ്ങനെയാണ് കോൾ ചെയ്തത് ഈ ലിസ്റ്റിനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ആരെ കിട്ടണം, ആ പ്രൊവൈഡറിനെ കിട്ടണം. അപ്പോൾ നമുക്കിത് ഇവിടെ വന്നിട്ട് ഇതിനകത്ത് ഞാൻ എഴുതുന്നത് യു ക്യാൻ കോൾ പ്രൊവൈഡർ ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഏത് പ്രൊവൈഡറാണ്, ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, പാസ് ദ പ്രൊവൈഡർ ഹിയർ, ദാറ്റ് ഈസ് ബോട്ടം നാവ് പ്രൊവൈഡർ. ഓക്കെ, ഡോട്ട് കറണ്ട് ഇൻഡെക്സ്. ഈ വേരിയബിളിൽ എന്തുണ്ട്, ഇതൊരു ഗെറ്ററാണ്. ആ വേരിയബിളിനകത്ത് എന്തുണ്ട്, നമ്മളുടെ കറണ്ട് ഇൻഡെക്സ് കിട്ടും.
ഓക്കെ, ലെറ്റ് മീ സ്റ്റോപ്പ് ദ ആപ്പ് ബിക്കോസ് നമ്മൾ പ്രൊവൈഡർ ആഡ് ചെയ്തതാണ്. സ്റ്റോപ്പ് ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യം, ഇനി ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്തായിരിക്കും? I think you need to wrap your main.dot with this provider. Okay, main.dot lo vannittu I'm going to wrap it with a wrap with widget multi provider അല്ലെങ്കിൽ ചേഞ്ച് നോട്ടിഫൈ പ്രൊവൈഡർ വെച്ചിട്ട് ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ, കാരണം ഒറ്റ പ്രൊവൈഡറുകൾ നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? പ്രൊവൈഡേഴ്സ്, and that should be change notify provider context. Then this is going to return no context. Okay, that should be bottom now provider. Okay, let's run this. ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ കാണുക, പ്രൊവൈഡറിൻ്റെ വീഡിയോ. മൾട്ടി പ്രൊവൈഡർ ഒരു ഇൻഹെറിറ്റഡ് ബിഡ്ജറ്റ് ആണ്. ഇതിൽ ഈ പ്രൊവൈഡർ എന്ത് ചെയ്യും? ഈ ട്രീയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വാല്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രൊവൈഡർ കൺട്രോൾ ചെയ്യുന്ന ആ വാല്യൂ നിങ്ങൾക്ക് ഈ ട്രീയിൽ എവിടെ വേണമെങ്കിലും കൺസ്യൂം ചെയ്യാം. അതാണ് കൺസെപ്റ്റ്. ഓക്കെ, അങ്ങനെ കൺസ്യൂം ചെയ്യുന്ന ഒരു ബിഡ്ജറ്റ് ആണ് എന്ത് ഇവിടെ എഴുതിയ ബോട്ടം നൗബ എന്ന് പറയുന്ന ആ കൺസ്യൂമർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡയറക്റ്റ് ആ പ്രൊവൈഡറിനെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്തുനിന്ന് വാല്യൂ പിക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ലെറ്റ്സ് റൺ ദിസ്. ദർ ഈസ് എൻ എറർ. Okay, so I think I have some errors. Let's exception some of this import. Okay, I have some unwanted imports here. ഏത് പേജിലാണ്? പ്രൊവൈഡറിൽ ഇവിടെ എന്ത് ഉണ്ട്? ബോട്ടം എന്ന പ്രൊവൈഡറിൽ ഒരു അൺവാണ്ടഡ് ഇമ്പോർട്ട് വന്നിട്ടുണ്ട്. ലെറ്റ്സ് റൺ ഇറ്റ് അഗൈൻ. ഓക്കെ, ഓക്കെ, സോ ആപ്പ് റണ്ണായി വന്നു. ഹോം പേജ്, നൗ യുവർ ഫേവറേറ്റ് പേജ്, ദെൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊഫൈൽ പേജ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് എന്ത് ചെയ്തിട്ടില്ല? വാല്യൂ ഒക്കെ ചേഞ്ച് ആവുന്നുണ്ട്, പക്ഷെ നമുക്ക് എന്ത് സംഭവിച്ചിട്ടില്ല? ഈ പറയുന്ന ഈ പറയുന്ന സാധനം ടോഗിൾ ചെയ്തില്ല. അതിന് കാരണം എന്തായിരിക്കും അറിയോ? അതിന് കാരണം നമ്മളിവിടെ ഡയറക്റ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കറണ്ട് ഇൻഡെക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് സെലക്ടഡ് ഇൻഡെക്സ് ഇപ്പോഴും 0 ആണ്. അങ്ങനെ എഴുതി വെച്ചുകൊണ്ടാണ് എന്ത് അതിനകത്ത് എന്ത് വന്നേക്കുന്നത്? ഇവിടെ നമ്മൾ ആരെ കോൾ ചെയ്യണം? ഇതിന് പകരം ഇതുകൊണ്ടാണ് ഇതിങ്ങനെ സെലക്ട് ചെയ്ത് നിൽക്കുന്നത്. അത് 0 ആണല്ലോ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആരുണ്ട്? യു ഹാവ് സംതിങ് കോൾഡ് നൗ പ്രൊവൈഡർ. നൗ പ്രൊവൈഡർ ഡോട്ട് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് കറണ്ട് ഇൻഡെക്സ്. ഓക്കെ, ദെൻ സേവ് ഇറ്റ്. ഓക്കെ, നൗ ക്ലിക്ക് ഹിയർ. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഹൗ യു വർക്ക് വിത്ത് എ പ്രൊവൈഡർ, വർക്ക് വിത്ത് നൗബ യൂസിങ് പ്രൊവൈഡർ. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം, ഇവിടെ നമുക്ക് ലോജിക് ഒന്നും നമ്മൾ ഈ പേജിനകത്ത് എന്ത് ചെയ്തിട്ടില്ല? എഴുതിയിട്ടില്ല. വി ഐസൊലേറ്റഡ് ദാറ്റ് എൻറ്റിറ്റി. ദാറ്റ് മീൻസ് ആ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ആ ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനാലിറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വി ജസ്റ്റ് ഐസൊലേറ്റഡ് ഇറ്റ് ആൻഡ് വി ആർ മാനേജിങ് ഇറ്റ് ഔട്ട്സൈഡ് ദ ലോജിക്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ സ്റ്റേറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ സ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് ഇത് കോഡ് മെയിൻറ്റൈനബിൾ ആയിരിക്കും, ഒന്നുകൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയൊക്കെ. ഐ തിങ്ക് ദിസ് ഇസ് ക്ലിയർ ടു യു ആൻഡ് യു ക്യാൻ ബിൽഡ് എനി UI ഹിയർ. ആൻഡ് റിമെമ്പർ, ഇതിനകത്തേക്ക് വന്ന ഇവിടെ ഒന്നും എന്തിന്റെ ആവശ്യമില്ല. പിന്നെയും സ്കഫോൾഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെ എന്ത് ചെയ്യും? അൺവാണ്ടഡ് ആയിട്ട് സ്കഫോൾഡ്സ് ഒക്കെ നമ്മുടെ ട്രീയിലേക്ക് അറ്റാച്ച് ആവും. ഓക്കെ, അപ്പോൾ അതിന്റെ ആവശ്യമില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോട്ടം നാവിഗേഷൻ ബാർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ദിസ് ഇസ് എ ബേസിക് തിങ്. ഓൾറെഡി അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കും. മേ ബി നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ കാണാം. അതല്ലെങ്കിൽ പുതിയ ആളുകൾ, അതായത് ഫ്ലട്ടറിൽ പുതുതായിട്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവർക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ആസ് ഓൾവേസ് വീഡിയോ കാണുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ, പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ആൻഡ് വ്യൂവേഴ്സിൽ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ്. ഐ തിങ്ക് ഒരു 70% ആളുകളും ന്യൂ വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ്. ആൻഡ് 30% റിക്കറിങ്, അതായത് റിട്ടേണിങ് വ്യൂവേഴ്സ് ആണ്.
ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ് റിട്ടേണിംഗ് വ്യൂവേഴ്സ്. പിന്നെയും നമ്മളുടെ വീഡിയോ ചൂസ് ചെയ്യുന്നതിൽ വെരി ഹാപ്പി. ആൻഡ് കമൻറ്റ് ചെയ്യുന്നുണ്ട് ചില ആളുകൾ. ആൻഡ് താങ്ക് യു ഫോർ ദ കമൻറ്റ്സ്. ആൻഡ് കീപ് വാച്ചിങ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ഫുൾ ആപ്പൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഞാനിത് വൈൻഡപ്പ് ചെയ്യാണ്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. യൂട്യൂബിൽ വ്യൂസ് കൂടാൻ വേണ്ടിയല്ല, കമൻറ്റ്സ് ഉണ്ടെങ്കിലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതെന്ത് മോശം കമൻറ്റ്, അതായത് നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ, മേ ബി തെറ്റുണ്ടായിരിക്കും. ഐ എം നോട്ട് ആൻ എക്സ്പേർട്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ. ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാലേ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. See you.